Hey, this is me, Casac Benjali. ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട ക്വാളിറ്റികളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ടീം എന്ന് പറയുന്നത്, വിജയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് സെയിൽസ് തന്നെയാണ്. സെയിൽസിൽ നമ്മുടെ കയ്യിൽ നല്ല ടീം ഇല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം എത്ര നന്നായിട്ടും കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ നല്ല പ്രൊഡക്ഷൻ ടീമുണ്ട്, നല്ല അക്കൗണ്ടൻ്റ് ഉണ്ട്, നല്ല പർച്ചേസ് മാനേജർ ഉണ്ട്, പക്ഷേ കാര്യമില്ല നല്ല സെയിൽസ്മാൻമാരില്ലെങ്കിൽ. അപ്പോൾ നല്ല സെയിൽസ്മാൻമാരുണ്ടാകണമെങ്കിൽ അവരെ സെയിൽസ് എങ്ങനെയാണെന്ന് പഠിക്കണം. അക്കൗണ്ടൻറ്റിനെ പഠിപ്പിക്കാൻ അക്കാഡമികളുണ്ട്, കോളേജിൽ നിന്ന് അവർ അക്കൗണ്ട്സ് പഠിക്കും, എഞ്ചിനീയേഴ്സ്, പ്രൊഡക്ഷൻ മാനേജേഴ്സ് എഞ്ചിനീയേഴ്സ് പഠിക്കും. പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിനെ നിലനിർത്തി വിജയിപ്പിക്കുന്ന സെയിൽസ്മാനെ സെയിൽസ് എന്താണെന്ന് പഠിപ്പിക്കാൻ ആരുമില്ല. അവരതിൻ്റെ ക്വാളിറ്റി എടുത്തിട്ടില്ല. അതിന് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും മികച്ച സെയിൽസ് അക്കാഡമിയാണ് ബെഞ്ചാലി അക്കാഡമി. കേരളത്തിൽ 100 കണക്കിന് സ്ഥാപനങ്ങൾക്ക് മികച്ച സെയിൽസ് റിസൾട്ട് ഉണ്ടാക്കാൻ സഹായിക്കുന്ന 1 ഡേ പ്രോഗ്രാം, 3 മാസത്തെ പ്രൊജക്റ്റുകൾ, 1 മാസത്തെ പ്രൊജക്റ്റ്, 6 മാസത്തെ പ്രൊജക്റ്റ്, 1 വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത ട്രെയിനിങ് പ്രൊജക്റ്റുകളിലൂടെ നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ പ്രൊഡക്ടിവിറ്റി, മൈൻഡ് സെറ്റ് ഇതെല്ലാം ട്രാൻസ്ഫോം ചെയ്ത് സൂപ്പർ സക്സസ്ഫുൾ ആക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സോ ഇന്ന് പറയാൻ പോകുന്നത് സെയിൽസ്മാന് വേണ്ട 3 ക്വാളിറ്റി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ ഒന്നാണ് ലിസണിങ് സ്കില്ലാണ്. അത് സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിരിക്കുന്ന കുറേ തെറ്റിദ്ധാരണകളുണ്ട്. സെയിൽസ്മാൻ എന്ന് പറഞ്ഞാൽ കുറേ സംസാരിക്കണം, ഭയങ്കരമായിട്ട് ബ്ലാ 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 പറഞ്ഞുകൊണ്ടിരിക്കണം, കുറേ ഡയലോഗ് അടിക്കണം, കുറേ ആക്ഷൻ ഓറിയൻറ്റഡ്. അങ്ങനെയല്ല സെയിൽസ്മാൻ. സെയിൽസ്മാൻ കുറേ ബഹളം വെക്കൊന്നും വേണ്ട. സെയിൽസ്മാൻ ഏറ്റവും വേണ്ടത് നന്നായിട്ട് കേൾക്കാനുള്ള കഴിവ്. കേൾക്കുന്നതോടൊപ്പം പറയാൻ വേണ്ടി കസ്റ്റമറെ പ്രോത്സാഹിപ്പിക്കാനുള്ള കഴിവ്. കസ്റ്റമർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആണോ, എന്നിട്ട് ശരിക്കും അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടാകും, ആ പ്രശ്നം ശരിക്കും നിങ്ങളെ ബാധിച്ചോ, ഈ രീതിയിൽ കസ്റ്റമർ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ആ പറയുന്നതിനെ എൻകറേജ് ചെയ്യിപ്പിച്ച് കൂടുതൽ അയാളെ പറയിപ്പിക്കുമ്പോൾ ഏറ്റവും മികച്ചൊരു ആക്റ്റീവ് ലിസണർ ആവാനുള്ള കഴിവ് ഒരു സെയിൽസ്മാൻ അത്യാവശ്യമാണ്. രണ്ടാമത്തെ കഴിവാണ് നന്നായിട്ട് ചോദ്യം ചോദിക്കാനുള്ള കഴിവ്. ഒരു സെയിൽസ്മാൻ ഏറ്റവും നന്നായിട്ട് ഉണ്ടായിരിക്കേണ്ട കഴിവ് ഇതാണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം, എങ്ങനെയാണ് നിങ്ങളിത് പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത് പരിഹരിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, നിങ്ങളുടെ ബിസിനസ്സിന് ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കില്ല നിങ്ങളുടെ ബിസിനസ് എവിടെ ചെന്ന് നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, എത്രമാത്രം വലിയ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് റിസൾട്ടിലേക്ക്, സെയിൽസ് റിസൾട്ടിലേക്ക് അയാളെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് കൂടുതൽ അയാളെ ചോദ്യത്തിലേക്ക് എൻഗേജ് ചെയ്യിപ്പിച്ച് പിന്നെയും ആ ചോദ്യത്തിൻ്റെ ഉപചോദ്യങ്ങൾ ചോദിച്ച് അയാളെ എൻഗേജ് ചെയ്യിപ്പിച്ച് നിർത്താനുള്ള കഴിവുണ്ടല്ലോ, അത് സെയിൽസ്മാൻ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട കഴിവ്. അതിൻ്റെ മൂന്നാമത്തെ കാര്യമാണ് ഓഫർ ആൾട്ടർനേറ്റീവ്സ്. അതായത് ഒരു പ്രൊഡക്റ്റ് അയാൾക്ക് വേണ്ട, ഇതാവശ്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി മറ്റൊരു സർവീസോ മറ്റൊരു പ്രോഡക്റ്റോ സജസ്റ്റ് ചെയ്ത് നമ്മളൊരു സെയിൽസ് കസ്റ്റമർ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും വിറ്റിട്ട് പോരാനുള്ള കഴിവാണ്. ഇനി ഒന്നും വിൽക്കാൻ പറ്റിയില്ല നിങ്ങൾക്കെങ്കിൽ പോലും അവിടുന്ന് ഒരു ഗ്യാരണ്ടി ഉള്ള അഷ്യൂറായിട്ടുള്ള കസ്റ്റമറുടെ റെഫറൻസ് എങ്കിലും വാങ്ങാൻ പറ്റണം. അത് ഒരു യഥാർത്ഥ സെയിൽസ്മാൻ വെറും കൈയോടെ വരില്ലെന്നാണ് അർത്ഥം. ഒരു യഥാർത്ഥ സെയിൽസ്മാൻ വെറും കൈയോടെ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാമത്തെ കഴിവ് എന്താണ് ഉണ്ടായിരിക്കേണ്ടത്, ക്വാളിറ്റി എന്താണ്? ഒരു മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമായിട്ട് വരും, എന്തെങ്കിലും നിങ്ങൾ വിറ്റിരിക്കും, നിങ്ങൾക്കുള്ള ഏതെങ്കിലും പ്രോഡക്റ്റ് അയാൾ വിറ്റിരിക്കും. ഇനി ഒന്നും വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമറുടെ നമ്പരും അയാളുടെ കോൺടാക്റ്റും തപ്പിപ്പിടിച്ച് അയാളെ കോൺടാക്റ്റ് ഉണ്ടാക്കി മീറ്റിങ്ങിലുള്ള ബുക്കിംഗ് അയാളെ കൊണ്ട് തന്നെ നടപ്പിലാക്കിയതിന് ശേഷമാണ് ഒരു യഥാർത്ഥ സെയിൽസ്മാൻ വരിക. അപ്പോൾ നിങ്ങളൊരു മികച്ച സെയിൽസ്മാൻ ആകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്. കേരളത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ വെച്ച്, ഹോട്ടലുകളിൽ വെച്ച് നടക്കുന്ന 2 ദിവസത്തെ കേരളത്തിലെ നമ്പർ 1 സെയിൽസ് പ്രോഗ്രാമാണ് സെയിൽസ് റീ എഞ്ചിനീയറിംഗ്. അത് ബിസിനസ്സുകാരനും ടീമിനും പങ്കെടുക്കാം. എങ്ങനെയാണ് സെയിൽസിനെ ഏറ്റവും മികച്ച രീതിയിൽ എത്തിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന പ്രാക്ടിക്കലായുള്ള കോഴ്സാണ്. അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെങ്കിൽ മികച്ച രീതിയിൽ ബിസിനസ് ബിൽഡ് ചെയ്ത് സൂപ്പർ സക്സസ്സിലേക്ക് നിങ്ങളുടെ ബിസിനസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബിസിനസ്സിൻ്റെ A to Z, ബിസിനസ്സിൻ്റെ ഒരു ഐഡിയ തുടങ്ങിയിട്ട് IPOയിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത്, പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്, പ്രൈസിങ്, അക്കൗണ്ട്സ്, ഫൈനാൻസ് മാനേജ്മെൻറ്റ്, ബ്രാൻഡിങ്, സെയിൽസ്, ടീം മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സ്ട്രാറ്റജീസ്, ഇന്നോവേഷൻസ് തുടങ്ങിയ ഒരു ബിസിനസ്സിൻ്റെ A to Z ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരു വർഷത്തെ ക്ലാസ്സിലൂടെയും കോച്ചിങ്ങിലൂടെയും നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ 100 ഇരട്ടി ഗ്രോത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന കോച്ചിങ്, 1 വർഷം നീണ്ടു നിൽക്കുന്ന മോർണിംഗിലുള്ള കോച്ചിങ് പ്രോഗ്രാമാണ് ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ്. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8 മണി വരെ നീണ്ടു നിൽക്കുന്ന എക്സ്ക്ലൂസീവായിട്ടുള്ള ബിസിനസ് കോഴ്സുകളിലൂടെയും കോച്ചിങ്ങിലൂടെയും മെൻറ്ററിങ്ങിലൂടെയും നിങ്ങളുടെ ബിസിനസ്സിന് 100 ഇരട്ടി ഗ്രോത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എക്സ്ക്ലൂസീവ് ബിസിനസ് സെഷനാണ് ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിങ് പ്രോഗ്രാം. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും
ചാണക്യ പ്രീമിയം ബിസിനസ് കോച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ അറിയാൻ സെയിൽസ് പ്രോഗ്രാമിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൻ്റെ സെയിൽസ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച്, ചാണക്യയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ വിളിക്കുക. ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി, നമ്പർ 1 ബിസിനസ് കോച്ച് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജിസ്റ്റ്.